ഞാൻ അവിടെ ടോർച്ചർ റൂമിലുണ്ടായി. ബാക്കിയുള്ളവരോട് കേറാൻ ടി വി ടർഫ് പോയി. കണ്ടായിരുന്നു. മാലിക്കിനൊന്നും വേണ്ട, മാലിക്കിനൊന്നും എടുക്കില്ലടാ, മാലിക്കൊന്നും എടുക്കില്ല. അതൊക്കെ ഒരു മനഃപൂർവ്വം ഒരു ടാക്ടിക്കൽ കയറ്റി വരുന്ന. മാലിക്കാകുമ്പോൾ നമ്മളൊന്നും പറയില്ലല്ലോ, അല്ലെങ്കിൽ ഒന്നും ചെയ്യിപ്പിക്കില്ലല്ലോ. അതിന് വേണ്ടി ഇതാക്കുന്നതാണ്. കണ്ടോ മാലിക്ക് മറ്റോനും ഇറങ്ങി, ഷിബു ഇറങ്ങി. ഷിബുവിനെ തൂക്കും പറഞ്ഞപ്പോൾ ഷിബു ഇറങ്ങി. എടാ ഷിബുവിനെ തൂക്കുന്നു പറഞ്ഞപ്പോൾ ഷിബു ഇറങ്ങിട്ടോ, ഇറങ്ങിപ്പോയി. മാലിക്ക് ഒറ്റക്കായിട്ട് ഷിബുവിനൊന്നും എടുക്കാറപ്പോഴേ ഇറങ്ങി. ഹലോ ഹലോ എടാ ഒരു മിനിറ്റ് ദൈവമുണ്ട്. എന്താ അതായത് നമ്മുടെ റൂൾ പ്രകാരം നിങ്ങൾ പറയുന്ന ആളെ നമുക്ക് തരാൻ പറ്റില്ല. നമ്മുടെ റൂൾ എഴുതി വെച്ചേക്കുന്നത് സിറ്റികളിൽ അവർ ചൂസ് ചെയ്യുന്ന ആളാണ്. ഇതെന്താണ് അങ്ങനെ റൂളൊക്കെ ഉണ്ടോ? അല്ല ഞാൻ പറയട്ടെ, അല്ല ആടൂർ ഒന്നാമത്തെ ഞാൻ വേറെ റോസി പറഞ്ഞോട്ടെ. നിങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം മറ്റേ ഇതിലിരുന്നിട്ട് പറഞ്ഞ് അവര് ഡിമാൻഡ് ചെയ്യുന്ന ഹോസ്റ്റലിനെ എടുക്കണമെന്ന് നിങ്ങൾ തന്നെ. അപ്പൊ ആ റൂൾ ഇല്ലായിരുന്നു ആ സമയത്ത്? അത് ഡോക്ടറാണ് പറഞ്ഞത്. ഡോക്ടർ ഇല്ല. ബ്രോ ഒന്നാമത്തെ കേസ് നമ്മള് അവർക്ക് ഇവന്റ് ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതാക്കിയിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് ഇപ്പൊ ഇവര് ഇപ്പൊ റാൻഡായിട്ട് ഏതെങ്കിലും ഒരാളെ കയറ്റി എന്താ കാര്യമുള്ളത്? ഹലോ, അതായത് ഞാൻ ചോദിക്കുള്ളൂ പാപ്പ. അതായത് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സാധനം മാറ്റി വെച്ചത് അല്ലേ? നമുക്ക് മാറ്റിയേക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത്. മറ്റേ കോലീഡറിനെ എടുക്കലോ അല്ലെങ്കിൽ മറ്റേ ഫൈറ്റ് അടിച്ച് പോലും അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. ഇത് പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിലുണ്ടായ സാധനം അവർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചതാണ് ഫോർ ഫെയർ ഗെയിം പ്ലേ. അതെ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ വീണ്ടും അതേ ഹോസ്റ്റേജിനെ തരാത്ത പക്ഷം ഇത് മിസ്റ്റേക്ക് കൊണ്ടല്ല. അല്ല, അതാണ് അവര് ഇന്റൻഷ്യലി അല്ല. ഒന്നാമത്തെ കേസ് അവരിപ്പോ ഇന്റൻഷ്യലി അവര് ആള് കയറാണ്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു റാൻഡം പാവം പിടിച്ച് ആരെങ്കിലും പിടിച്ച് കയറ്റിട്ട് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്തെങ്കിലും നടക്കില്ല. ഞാൻ സംസാരിച്ചോട്ടോ ഡോക്ടർ, ഒറ്റ സെക്കൻഡ്. കളബ്രോ, അതായത് അവര് നമ്മള് കൺസേൺ അവർക്ക് എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർക്ക് കയറാൻ പറ്റില്ല, മാറ്റി വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് പോസിബിൾ അല്ല. കാരണം ഓൾറെഡി ഒരു ദിവസം ഡിലേ നമ്മുടെ സൈഡിൽ നിന്ന് ആയതുകൊണ്ട്. കാരണം സർവർ ഇല്ലായിരുന്നു. അത് പോസിബിൾ അല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുത്ത ബിലാല് അവൈലബിൾ അല്ല. അപ്പം അല്ല ഞാൻ പറയട്ടെ, ഇത്രയും പേര് ഒരുമിച്ച് കയറാതിരിക്കാൻ പറ്റുന്ന തോന്നുന്നുണ്ട്. വേറൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ ടർഫ് കഴിഞ്ഞ് സിറ്റി വന്നപ്പോ അമ്പാൻപുറം എന്ന് പറഞ്ഞു. അപ്പൊ അത് ഡോക്ടർ പറഞ്ഞ ശേഷം അവ ഇറങ്ങുകയാണ് ചെയ്തത്. ഇപ്പൊ ഷിബു ഉണ്ടായിരുന്നു, നേരെ വീസി വന്നവര് നേരെ വീസിലോട്ട് വന്നത്. അല്ല ഇത്രേ ഉള്ളൂ. അതായത് ഒരു 35 ലിസ്റ്റ് പ്ലേയേഴ്സ് ഉള്ള ഗാംഗില് വെറും 2 പേർക്ക് മാത്രമാണ് കയറാൻ പറ്റുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. അതിൽ ന്യായീകരിക്കാൻ നിൽക്കല്ലേ? അവരെ ചുമ്മാ ന്യായീകരിക്കാൻ അല്ലല്ല. ഞാൻ അവരോട് അല്ല ദൈവം, ഞാൻ അവരോട് പറഞ്ഞത് അവര് പറഞ്ഞ കാര്യത്തിലുള്ള അവരോട് പറഞ്ഞത്. എന്നോട് അവർ കമ്മ്യൂണിക്കേറ്റ് കാര്യം ഞാൻ അല്ല അവരോട് പറഞ്ഞുള്ളതാണ്. അത് അറിഞ്ഞുകൂടാതെയാണ് ഞാൻ സംസാരിച്ചത്. അത് ശ്രദ്ധിക്കാതെയാണ് ഞാൻ സംസാരിച്ചത്. അറിഞ്ഞുകൂടാന്നുള്ളതല്ല, പെട്ടെന്ന് ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പൊ രണ്ടാമത് ഇതിനെ പറ്റി സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു റൂൾ ഉണ്ട് എന്നുള്ളൊരു സംസാരം വരുന്നത്. അപ്പൊ ആ റൂള് വെരിഫൈ ചെയ്ത സമയത്ത് ഓൾറെഡി ഒരാള് നമ്മൾ സിറ്റുവേഷൻ പോസ്റ്റ്പോൺ ചെയ്ത് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു ജെന്യൂൻ റീസൺ ഉണ്ടെങ്കിൽ റാൻഡം ആയിട്ട് ഒരാളിനെ നമ്മള് അവര് പറയുന്നത് പോലും നമ്മൾ തന്നെ റാൻഡം ആയിട്ട് ഒരാളെ പിക്ക് ചെയ്ത് തരികയാണ് പതിവ്. അല്ല അപ്പൊ ഞാൻ കേട്ടെ, നമുക്കിപ്പോ ഇനി ഇതേപോലെ എന്തെങ്കിലും ഹോസ്റ്റേജ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഇതേപോലെ നമുക്കൊരു പരിപാടി ഉണ്ട്, ഇവന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇതേപോലെ അവർ അക്സെപ്റ്റ് ചെയ്തല്ലേ? നമ്മള് ദൈവത്തിന് സൈഡിൽ അക്സെപ്റ്റ് ചെയ്തോ? അല്ല നമുക്ക് ഇത്രേ ഉള്ളൂ. നമുക്കെന്നാ സെയിം ഹോസ്റ്റേജ് മതി. നമുക്ക് അന്നുണ്ടായിരുന്ന ആള് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ 6 വീടുള്ള സമയത്ത് ഇവരെ നിർബന്ധിക്കുന്ന സമയത്ത് നമ്മൾ കയറിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഒരു 4-5 ദിവസം മുമ്പ് അവർക്ക് നിർബന്ധം വന്നിട്ട് നമ്മൾ എല്ലാരും വിളിച്ചു. അവരൊക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് സെയിം ഹോസ്റ്റലിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതൊന്നെങ്കിൽ മാറ്റി വെക്കേണ്ടിയോ അല്ലെങ്കിൽ ഒരാൾ പറയട്ടെ.
അതായത് എന്തായാലും 38 പേരുണ്ട്, എല്ലാവർക്കും ഇഷ്യൂസ് ആണ്. അത് അതില് രണ്ടുപേർക്ക് മാത്രം കയറാൻ പറ്റുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പരിപാടി പറ്റും. ഉണ്ടെന്നാണ് ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ട് കാരണം അതായത് ഒരു മിനിറ്റ് ഡോക്ടറെ വരാം, ഒറ്റ സെക്കൻഡ് ഞാൻ പറഞ്ഞിട്ട് വരാം. അതായത് കാർലോ ബ്രോ ഞാൻ സിറ്റി നമ്മുടെ ഡൗൺ ആയില്ലേ, അതായത് നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്ത് തന്ന സമയത്ത് ഡൗൺ ആയി പോയ സമയത്ത് ഷേക്ക് ഇതുപോലെ വീസ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ചോദിച്ചു സിറ്റി നോക്കട്ടെ ബ്രോ, കുറച്ച് ടൈം പറഞ്ഞു ഇന്ന് അപ്പാവത്തില്ല, നാളത്തേക്ക് നമുക്ക് സിറ്റുവേഷൻ മാറ്റും. അപ്പൊ അവൻ എന്നോട് പറഞ്ഞ കാര്യമാണ് ബ്രോ നാളെ നമുക്ക് പറ്റത്തില്ല, സംസാരിക്കാൻ ചോദിച്ചു കേവ് എടുത്ത്. പക്ഷെ സംസാരിക്കേണ്ടി വന്നില്ല, കാരണം നമ്മുടെ സെർവർ അപ്പല്ലായിരുന്നു, സെർവർ അപ്പാവത്തില്ല ഉറപ്പായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തേക്ക് വന്നത്. അപ്പൊ അവരുടെ റിയൽ ലൈഫിൽ എന്തോ അവർ ഗ്യാങ് സംബന്ധപ്പെട്ട എന്തോ സംഭവം ഉണ്ടെന്നാണ് അവർ എന്നോട് പറഞ്ഞ കാര്യം. എത്രത്തോളം ജെന്യൂൻ ആണെന്നുള്ളത് എനിക്ക് കൺവേ ചെയ്തു, അത്രേ ഉള്ളൂ. അത് ജെന്യുവൻ ആണെന്ന് വെച്ചോട്ടെ. 2 മിനിറ്റ് മുമ്പ് വേറെ സിറ്റിയിൽ ഉണ്ടായിരുന്ന എന്തെല്ലാം സംഭവത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, അവനവിടെ പോയി. അമ്പാനുണ്ടായിരുന്നു, ഷിബു ഉണ്ടായിരുന്നു, ഇവരിപ്പോ സിറ്റി കയറാൻ റെഡിയാണ്. അവരിപ്പം 5 മിനിറ്റിനുള്ളിൽ പറയാന്ന് പറഞ്ഞു ഇപ്പഴത്തേക്ക് കയറുമെന്നുള്ളത്. ഓസ്ട്രേലിയ കാര്യം പറഞ്ഞു, ഓസ്ട്രേലിയ റാൻഡം പ്ലെയർ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ഞാൻ വേറെ അത് അവര് തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ കയറുന്നതിൽ എന്താ കാര്യമുള്ളത്? നമ്മൾ അല്ല റാൻഡം പ്ലെയറിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ, അതാണ് പ്രശ്നം. നമ്മൾ നാളെ നമ്മുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്യാങ്ങിൽ നിന്ന് ഒരാളെ ഹോസ്റ്റേജ് എടുത്തു, ആള് എത്തിപ്പോയി, ഇപ്പൊ നെറ്റ് പോകാമല്ലോ, ഒന്നും പറയാൻ പറ്റത്തില്ല നെറ്റിന്റെ കാര്യമൊക്കെ. പോയതിനു ശേഷം നമ്മുടെ ഈ അതായത് നമ്മുടെ നാളെ ഹോസ്റ്റേജ് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ആളെ ഹോസ്റ്റേജ് ആയിട്ട് അവർക്ക് കൊടുക്കാം. ഉസ്മാനെ തരാന്നോ? അല്ല ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. അല്ലല്ല ആഡ്ബ്രോ ഡോക്ടർ ഇതിപ്പോ ഒന്ന് പറയണം, കൺഫേം ആക്കണം. അതായത് നമ്മളേന്ന് ഒരാളെ ഹോസ്റ്റേജ് എടുക്കുന്നതാണ് വേറെ ഗ്യാങ്. അപ്പൊ ആ ആള് കറണ്ട് പോയോ അല്ലെങ്കിൽ നെറ്റ് പോവോ എന്തെങ്കിലും പോവാം. അതിനുശേഷം നമുക്ക് അല്ല എന്നാ പിന്നെ ബില്ലില് എന്റെ അതല്ല പ്രോപ്പർ റീസൺ. നെറ്റ് പോയി വീട്ടിൽ പോയി നോക്കാൻ പറ്റത്തില്ലല്ലോ അഡ്മിൻസിന്. നെറ്റ് പോയിട്ട് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആളെ തിരിച്ചു കൊടുക്കാവോ? നമ്മള് പറഞ്ഞ ആ ഗ്യാങ്ങിന് ഇഷ്ടമുള്ള മാറ്റില്ല ബ്രോ. ഇതിനകത്ത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ, നമ്മൾ മറ്റേ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന പ്ലെയറിനേക്ക് അതൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര ഒന്നാലോചിച്ചു. ഇത് നല്ല ലൂപ്പോളാണ്, അത് എല്ലാരും മിസ്യൂസ് ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞത് നല്ല രീതിയിൽ മിസ്യൂസ്, അത് നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യും. അത് നിങ്ങൾക്ക് തന്നെ പണിയോ? ഈ പറഞ്ഞ പോലെ ബിലാൽ ഇപ്പൊ കേറില്ലെന്നല്ലേ പറഞ്ഞേ, ബിലാലിന് കേറാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ബിലാൽ സിറ്റുവേഷൻ കളിക്കാനായിട്ട് വരുമോ? അങ്ങനെ വരുവാണെങ്കിൽ ഒരു മിനിറ്റ് വർക്കില്ല. ബിലാല് കറണ്ട് ഇന്ന് അവൈലബിൾ അല്ലെന്നാ പറഞ്ഞത്. അപ്പൊ അടിക്കാനോ ഒന്നിനും വരാൻ പാടില്ല. നാളെ പുള്ളി അവൈലബിൾ ആണ്. ബിലാല് വന്നോട്ടെ, ആ സ്ലോട്ട് അങ്ങ് പോട്ടെ, നമുക്ക് എന്താ. അതല്ല ഇത് ചോദിച്ചോട്ടെ, അതായത് വിളിച്ച ഫാനാണോ അല്ലയോ? അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രിഗറിന്റെ പുറത്ത് പെട്ടെന്ന് മയില് കുണ്ണ അങ്ങനെയൊക്കെ വന്ന് സ്വാഭാവികം നമ്മൾ ആ ഒരു ട്രിഗറിന്റെ പുറത്ത് ചിലരുടെ ഒരു സ്ലാങ്ങിൽ ചിലർ അങ്ങ് വരാറുണ്ട്. അത് പ്രശ്നമില്ല. പക്ഷെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ഓഫ് വിളിച്ചോണ്ട് നടക്കുന്നത് അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇറങ്ങി വാൺ ചെയ്യും. വാൺ ചെയ്തതിന് ശേഷം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആക്ഷൻ പോകും. നിങ്ങൾക്ക് പ്ലാൻ വരാം. നമ്മുടെ കൺസേൺ ഇത്രേ ഉള്ളൂ. ചിലര് ആ ഒരു ട്രിഗറിന്റെ പുറത്ത് ചിലപ്പോ അബദ്ധത്തിൽ അബദ്ധത്തില്. പക്ഷെ ഞാൻ അത് നമുക്ക് തോന്നുവാണ് നിങ്ങളെ മലപ്പുറം ഇങ്ങനെ വിളിച്ചോണ്ടായിട്ട് തോന്നി നമ്മൾ വാൺ ചെയ്യും. വാൺ ചെയ്തിട്ട് പിന്നെയും ചെയ്യുവാണെങ്കിൽ ബാൻ അടിക്കും. ട്രിഗറിന്റെ പുറത്ത് ആരും പറയൂല, അത് ബാങ്ക് കൊടുത്താൽ മതി ആദ്യമേ. അയാള് കത്തിപ്പോയി, തിരിച്ച് എന്ത് ചെയ്യും? തിരിച്ച് കേറിയിട്ടില്ലാത്ത പക്ഷം പുള്ളിനെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ബ്രോ. ബാൻ അടിക്കും. അല്ല അതല്ല ഇപ്പൊ ഇറ്റ് പറഞ്ഞു അങ്ങനെ കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങേരെ കൊണച്ചല്ലോ ഫസ്റ്റ് ഹോസ്റ്റേജ് എടുത്തോ. അങ്ങനല്ലല്ലോ അങ്ങനല്ലല്ലോ. സിറ്റി ഡിഫറെന്റ് ആടാ. മറ്റേത് പോയത് സിറ്റിയിൽ ഇഷ്യൂ കൊണ്ട് പോയതല്ലേ രണ്ടാമത് ഹോസ്റ്റേജ്.
ആദ്യത്തെ ദിവസം നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യാൻ സംസാരിച്ചു. പറ്റും? നമ്മൾ പറഞ്ഞല്ലോ റാൻഡം പ്ലെയറിനെ നിങ്ങൾക്ക് തരാം. രണ്ടെണ്ണം ആരെ കിട്ടൂ? കുറച്ച് ഓപ്ഷൻസ് തരണം. അല്ല പിന്നെ ആളുകളോട് ഒരു കാര്യം കൂടി പറഞ്ഞു ബ്രോ. അതായത് ഇവന്മാര് പറഞ്ഞത് വെറും ഇതിനായാണ് എല്ലാം അന്നം നമുക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ഇത്രയും നേരം അവന്മാർ സിറ്റിയിലുണ്ടായിരുന്നു. അതായത് ഇത്രയും നേരം രണ്ടുപേരും സിറ്റി ഉണ്ട്. നീ പറഞ്ഞ അമ്മ എന്ന് പറഞ്ഞ സിറ്റി ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ ഷിബു എന്ന് പറഞ്ഞ സിറ്റി ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോ കറക്റ്റ് ഇവിടെ അതിനകത്ത് നമ്മള് അതായത് ഞാൻ ഓസി പറയാണ്, ഇവിടെ ബോയിലുണ്ട് നമ്മള് ഇവിടെ വെളിയേക്കകത്ത് പറഞ്ഞു ഷിബുവിനെ എടുക്കണം എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ആള് സിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അംബാനി ഇറങ്ങിപ്പോയി, ഷിബു ഇറങ്ങിപ്പോയി. സിറ്റുവേഷൻ തിരിച്ചു കയറും. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. 30 പേര് ഒപ്പുള്ള എന്ത് ഇവന്റ് അവര് 35 പേര് അവിടെ മെമ്പേഴ്സ് അല്ലേ, എല്ലാവർക്കും ഇതേ പ്രശ്നമാണ്. പിന്നെ ഇവർക്ക് എന്താ നട്ടലില്ലേ? ഇവർക്ക് ഇന്നലെ സിറ്റി ഡൗൺ ആവൂലെന്ന് വിചാരിച്ചിട്ട് അവര് ഇന്നലത്തെ കേസ് പറഞ്ഞേ. അവര് ഇന്നലെ ഉണ്ടാവൂല പറഞ്ഞേ, ഇന്നലെ ഉണ്ടാവൂല പറഞ്ഞേ. ഇന്നെന്താ ഇന്നലെ രണ്ടുപേരും മാത്രം മാത്രമുള്ള എന്ത് സിറ്റുവേഷൻ? ഞാനൊരു കാര്യം പറയട്ടെ, അവന്മാരുടെ രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് മാലിക്കും പിന്നെ മറ്റേ ഉസ്മാനോ. മാലിക്ക് നമ്മൾ എടുക്കൂലെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഉസ്മാൻ എന്ന് പറഞ്ഞ ഒരു പാവം ചേർക്കണം, മറ്റേ വെയിറ്റ് ഉസ്മാൻ ഗാംഗിലില്ല. ഉസ്മാൻ ഗാംഗിലില്ലേ? ഉസ്മാൻ ഗാംഗ്ലോളില്ല. ഗാങ് റോള് ഗാങ് ലിസ്റ്റ് നോക്ക്. കാരണം ഇത് സെർവർ കാരണം നമ്മള് നീട്ടി വെച്ച സിറ്റുവേഷൻ അല്ലേ. ക്രോസ് ചെക്ക് ചെയ്യട്ടെ എന്തൊക്കെ രീതിയിൽ വേറെ കാര്യം കൂടെ ചോദിക്കാം. ഇപ്പൊ നമ്മള് അതായത് നമുക്ക് ഈ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കിയ കൂൾ ഡൗൺ ഉണ്ടോ ലിസ്റ്റ് ചോദിക്കണം. ഉണ്ടാകത്തില്ലേ? എന്നാ പിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ കയറി. പക്ഷെ ഞാൻ പറഞ്ഞ ഇനി നാളെ ഇത് കഴിഞ്ഞാൽ ഇവര് സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കില്ല, എടുക്കില്ല. ഇവര് സിറ്റുവേഷൻ എടുക്കില്ല, ഉറപ്പാ. ഇവരിനി ചെയ്യാൻ പോണത് ഇപ്പൊ പുതിയ എടുത്ത റിക്രൂട്ട്സിനെ വെച്ചിട്ട് നല്ല പാവം പിടിച്ച ഗാങ്സിനെ തല്ലിയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് ടെസ്റ്റ് റൺ ഒക്കെ ചെയ്തിട്ട് നല്ല 2 കോണൊക്കെ അടിച്ചതിന് ശേഷം ഇനി വരുള്ളൂ. ഇവരിനി ഡയറക്റ്റ് വരില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എടാ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിറ്റുവേഷൻ ഹോൾഡ് ചെയ്യാൻ കാരണം അവന്മാരെ ഇവന്റ് അവന്മാരാ. അപ്പൊ ഈ സെർവർ അപ്പാവുമ്പോ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് മുന്നേ വരാൻ പറ്റത്തില്ല. അങ്ങനെ അവര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അതല്ല അവന്മാർക്ക് വേണ്ടിയിട്ട് നമ്മള് മാറ്റി കൊടുത്തതാണ്, മനസ്സിലായി? അവന്മാർ റിക്വസ്റ്റ് ചെയ്തോണ്ട് നമ്മളത് മാറ്റി കൊടുത്ത്. ഇപ്പൊ സെർവർ അപ്പായിട്ട് അവന്മാർ വരാത്തതാണെങ്കിൽ അത് ഇൻഫോം ചെയ്യണം മുമ്പ്. അതാണ് ഇത്രയും, അതായത് 35, 40 എത്ര റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ കളിക്കുന്ന ഗാങ്ങാണ് പ്ലേയേഴ്സ്. റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്ന ഗാങ്ങില് വെറും 2 പേര് മാത്രം സിറ്റി. ബാക്കിയുള്ള 35-ല് 33 പ്ലേയേഴ്സും ഒരുമിച്ച് ഇന്ന് സിറ്റിയിലില്ല. അല്ല, നാച്ചുറൽ റീസൺ ആണ്. നാച്ചുറൽ